കോതമംഗലം ധർമ്മഗിരി വികാസ് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റും ഫോമർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗവുമായ സിസ്റ്റർ പ്രണീതയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സിസ്റ്റർ ഒരു സോഷ്യൽ വർക്ക് കൗൺസിലറും കൂടിയാണ്. സിസ്റ്ററെ സ്വാഗതം. സിസ്റ്റർ ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ചും ഇവിടെ നൽകപ്പെടുന്ന സർവീസസിനെ കുറിച്ചും ധർമ്മഗിരി കോൺഗ്രിഗേഷൻ്റെ, അതായത് മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് ജോസഫ് ധർമ്മഗിരി കോൺഗ്രിഗേഷൻ്റെ സ്ഥാപകനായ ദേവദാസൻ ജോസഫ് പന്നിക്കാരൻ അച്ഛൻ്റെ എല്ലാ നിയോഗങ്ങളും വിഷനും സ്വന്തമാക്കിയ തീഷ്ണപതിയായ ഒരു സിസ്റ്ററായിരുന്നു സിസ്റ്റർ ജസീന്ത. സിസ്റ്റർ ജസീന്തയാണ് നമ്മുടെ ഈ ധർമ്മഗിരി വികാസ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ. 1977 ഈ ധർമ്മഗിരി വികാസ് സൊസൈറ്റി ഇവിടെ ഒരു ചെറിയ ഭവനമായി ആരംഭിച്ചത്. ആ കാലഘട്ടത്തിൽ ഈ കോതമംഗലം എന്ന് പറയുന്നത് വളരെയേറെ ദാരിദ്ര്യമുള്ള, ഒട്ടും പുരോഗതി ഇല്ലാത്ത ഒരു പ്രദേശമായിരുന്നു. ഇവിടെ നമ്മുടെ ജസീന്താമ്മ ആരംഭിച്ചത് ഫുഡ് ഗ്രെയിൻസ് ഒക്കെ വിതരണം ചെയ്ത് അങ്ങനെയായിരുന്നു ആരംഭം. പിന്നീട് 1979 ഇത് നിയമപരമായിട്ട് സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്ത് ഒരു ഔദ്യോഗിക സാമൂഹ്യ പ്രവർത്തന സംരംഭമായി മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ സിസ്റ്റർ ഇപ്പോൾ നിലവിൽ കൊടുക്കപ്പെടുന്ന സർവീസസ് എന്തൊക്കെയാണ്? ഇപ്പോൾ കൂടുതലായും സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. കൂടുതലായിട്ടും അവർക്കൊരു റെസിഡൻഷ്യൽ കെയർ ആവശ്യമുള്ളപ്പോൾ അതും നമ്മൾ കൊടുക്കുന്നുണ്ട്. വലിയ ഉത്തരവാദിത്തമുള്ളൊരു പോസ്റ്റാണ് സിസ്റ്ററിനുള്ളത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിൽ അത് തന്നെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ സിസ്റ്ററിന് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ സിസ്റ്ററിന് ഒരു സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം കാണുമല്ലോ. അപ്പോൾ ആരൊക്കെയാണ് സിസ്റ്ററിന് പിന്നിൽ നിന്നും കൂടെ നിന്നും പ്രവർത്തിക്കുന്ന ആളുകളെ? ഞാനെപ്പോഴും ഏറ്റവും അധികം നന്ദിയുള്ളത് ഈശോയോടാണ്. ഭയങ്കര ഈശോ ഓരോ കാര്യങ്ങളും അതാത് സമയത്ത് വളരെ കൃത്യമായിട്ട് എന്നെ ഓർമ്മിപ്പിച്ച് ചെയ്യുന്നത് എൻ്റെ തമ്പുരാനാണ്. അത് ഒരുപാട് നന്ദിയുണ്ട്. അതുകൂടാതെ 2004 ഞാനിവിടെ ചാർജ് ഏറ്റെടുത്തത് ധർമ്മഗിരി വികാസ് സൊസൈറ്റിയിൽ. അന്ന് മുതൽ ഇന്ന് വരെയും ഓരോ കാലഘട്ടത്തിലും വന്നിട്ടുള്ള അധികാരികളും അവരുടെ കൗൺസിലേഴ്സും ഒരുപാട് എന്നെ പിന്തുണയ്ക്കുകയും എൻ്റെ ഞാൻ പറയുന്ന എല്ലാ റിക്വസ്റ്റുകളും അത് അംഗീകരിക്കുകയും ഒരിക്കലും എനിക്കൊരു ബുദ്ധിമുട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഒരു അധികാരിയിൽ നിന്നും ഉണ്ടായിട്ടില്ല. അത് അനുവാദങ്ങളാണെങ്കിലും തീരുമാനങ്ങൾ എടുക്കേണ്ട മേഖലയാണെങ്കിലും സാമ്പത്തികമായ പ്രശ്നങ്ങളാണെങ്കിലും എപ്പോഴും അവർ സ്ട്രോങ് സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു പിന്തുണ. കൂടാതെ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഇവിടെയുള്ള സ്റ്റാഫാണെങ്കിലും അവർ നമ്മുടെ ഈ സ്ഥാപനത്തെ ഒരു സ്റ്റാഫായിട്ടല്ല, അവരൊരു കുടുംബാംഗത്തെ പോലെയാണ് അവരും കരുതുന്നത്. അപ്പോൾ ആ ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. അപ്പോൾ ഇവിടെയുള്ള സ്റ്റാഫിന് വലിയ സാലറി ഒന്നുമില്ല, പക്ഷേ അവർ നമ്മുടെ ഒരു വിഷനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ഒരു ആക്ടിവിറ്റികളിലെല്ലാം ആ ഒരു ധർമ്മബോധത്തോടുകൂടി ദൈവവിശ്വാസത്തോടുകൂടി ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഒന്നു ചേർന്ന് ഈ കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട് സാധിക്കുന്നത്. സിസ്റ്ററിൻ്റെ വീട്ടിൽ ആരൊക്കെയാണ്? കുടുംബാംഗങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? വീട്ടിൽ എൻ്റെ ചാച്ചനും അമ്മയും ഒരു സഹോദരനും 2 അനിയത്തിമാരുമാണുള്ളത്. ഞാനാണ് ഏറ്റവും മൂത്തയാൾ. എല്ലാവരും വിവാഹിതരായിട്ട് ജീവിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാവരും. സിസ്റ്റർ എല്ലാ കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യസമയത്ത് നടത്തി പോരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണോ, സിസ്റ്റർ പഠിച്ചുകൊണ്ടിരുന്നപ്പം സ്വയം ആർജിച്ചെടുത്തതാണോ? എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ്? സ്വയം ആർജിച്ചതല്ല, വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു ട്രെയിനിങ് തന്നെയാണ്. എൻ്റെ ചാച്ചനും അമ്മയും ഒരുപാട് 10ാം ക്ലാസ് പഠിച്ചിട്ടേ ഉള്ളൂ. 2 പേരും 10ാം ക്ലാസ് പാസ്സാണ്. പക്ഷേ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, വളരെ നന്നായിട്ട് മറ്റുള്ളവരോട് പെരുമാറാൻ, മറ്റുള്ളവരെ ആദരിക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ ചെറുപ്പം മുതലേ ഞങ്ങളെ പഠിപ്പിച്ചാണ് വളർത്തിയത്. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, കുഞ്ഞുനാളിൽ എൻ്റെ വീട്ടിൽ ബുധനാഴ്ചകളിൽ ഒരു ധർമ്മക്കാരൻ വരും, ശനിയാഴ്ച ഒരു ധർമ്മക്കാരൻ വരും. അപ്പോൾ അവരുടെ ഒപ്പം ഇരുത്തി ഞങ്ങൾക്ക് എൻ്റെ അമ്മ ഉച്ചഭക്ഷണം തരുമായിരുന്നു. അപ്പം ഞങ്ങളോട് പറഞ്ഞേക്കുന്നത് ഔസപിതാവാണ് അല്ലെങ്കിൽ ഗസ്റ്റാണ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ചാക്കൊക്കെ ആയിട്ട് വരുന്ന ആളാണ്, ഭിക്ഷാടനത്തിന് വരുന്നതാണ് എങ്കിൽ പോലും അവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അവരെയും ബഹുമാനിക്കാൻ അങ്ങനെ കുഞ്ഞുനാൾ മുതൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും എനിക്ക് മറ്റുള്ളവരോട് പെരുമാറാൻ, അല്ലെങ്കിൽ ഈശോ ബൈബിളിൽ പറയുന്ന പോലെ മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ അവരോട് പെരുമാറണമെന്നുള്ള ഒരു
ചിന്ത ചെറുപ്പത്തിലെ തന്നെ എൻ്റെ മനസ്സിലിട്ട് തന്നത് എൻ്റെ ചാച്ചനും അമ്മയുമാണ്. അപ്പോൾ അതോടൊപ്പം കൂട്ടി ചോദിക്കാൻ പറ്റുന്നത് ഇന്നത്തെ ഒരു ജനറേഷനിൽ പാരന്റിങ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. പല കുഞ്ഞുങ്ങൾക്കും വേണ്ട രീതിയിലുള്ള പ്രോപ്പർ ട്രെയിനിങ് വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടെ പൊട്ടൻഷ്യൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെല്ലാ കാര്യം ചെയ്തു കൊടുക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സിസ്റ്ററിൻ്റെ ഒരു അഭിപ്രായം? എനിക്ക് തോന്നുന്നത് ഒരു ധാർമ്മിക ബോധം മാതാപിതാക്കളിൽ കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ മോളെ ഫോൺ കുറച്ച് സമയം ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കൾ അത് ഉപേക്ഷിക്കുന്നവരാവണം. അവർ നോക്കുമ്പം അമ്മ എപ്പോഴും അല്ലെ പപ്പ എപ്പോഴും ഫോണിലിരിക്കുന്നു, അവരുടെ ഫോണിൽ വേണ്ടാത്ത കാര്യങ്ങൾ ഉണ്ടാവുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ മകളോട് പറയുമ്പോൾ അത് സമ്മതിക്കത്തില്ല. ഇപ്പം ഇവിടെ കൗൺസിലിങ്ങിന് വരുന്ന കുട്ടികളുടെ പ്രധാന പ്രശ്നവും അത് തന്നെ. മാതാപിതാക്കളിൽ കുറഞ്ഞു പോകുന്ന ധാർമ്മികത അല്ലെങ്കിൽ പരസ്പരമുള്ള ബന്ധത്തിലുള്ള അപാകതകൾ, അതൊക്കെയാണ് കുട്ടികളിൽ വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്നത്. ആവുന്നില്ല. അപ്പം നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ കുട്ടികളോട് ചെയ്യാൻ പറയരുത്. അതാണ് എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത്. ഞങ്ങളെ കോഗ്നിറ്റീവ് സൈക്കോളജി പഠിപ്പിച്ച ഒരു സാറ് ഞങ്ങളോട് പറഞ്ഞത് 4 വയസ്സുള്ള കുട്ടിക്ക് 400 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ഓടാം, ചാടാം, പടം വരയ്ക്കാം, അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാം, പാട്ട് പാടാം, ഡാൻസ് കളിക്കാം. പക്ഷേ എല്ലാം കറക്റ്റായിട്ടുള്ളൊരു രീതിയിലായിരിക്കണം എന്നില്ല, പക്ഷേ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ആ ട്രെയിനിങ് പ്രോസസ്സ് അത് കറക്റ്റായിട്ട് വീഴുമ്പം പിള്ളേർക്ക് നല്ല രീതിയിലുള്ളൊരു ബേസും കിട്ടും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ സിസ്റ്ററിന് തോന്നുന്നത് ഈ ഹാബിറ്റ് ഫോർമേഷൻ എപ്പം മുതൽ തുടങ്ങണം എന്നുള്ളതാണ്. ഞാൻ സൈക്കോളജിയുടെ കാര്യമൊന്നും അല്ല പറയുന്നത്. നമ്മുടെ കാരണവന്മാർ പറയുമല്ലോ, ഒരു പ്ലാവില കമഴ്ത്തി വെക്കാൻ മലർത്തി വെക്കാൻ പ്രായമാകുമ്പം അത് ചെയ്യിക്കണം. അപ്പം ഞാനെപ്പോഴും വിശ്വസിക്കുന്നു, നമ്മൾ കുഞ്ഞുനാൾ മുതൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കൂട്ടത്തിൽ നിർത്തി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മുതൽ ചെയ്തു വന്നാൽ അവരെ ആ ഒരു ഡിസിപ്ലിന് വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ത്യാഗം ചെയ്യണം. അവരെ കൂട്ടത്തിൽ നിർത്തണം, അത് ചെയ്യിപ്പിക്കണം, അതിൻ്റെ മിസ്റ്റേക്ക് വന്നാൽ അത് നമ്മൾ ബെയർ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ആ ഒരു ക്ഷമ, സഹിഷ്ണുത, വാത്സല്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താണോ ചെയ്യാൻ തുടങ്ങുന്നത് ആ ഒരു ഏജ് മുതലേ പരിശീലനം തുടങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ജസ്റ്റ് ഒരുപാട് കുട്ടികളെ ഇവിടെ ട്രെയിൻ ചെയ്ത് പല ഏജ് ഗ്രൂപ്പുകാർ ഇവിടെ ഉണ്ട്. പലപ്പോഴും വരുമ്പോൾ ഇതിനോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം എല്ലാവരും പക്ഷെ ഒരേ രീതിയിലായിരിക്കുമല്ലോ ഈ ഒരു ട്രെയിനിങ്ങിലൂടെ പോകുന്നത്. അപ്പം റിബല്യസ് ആയിട്ട് റെസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന കുട്ടികളെയും സിസ്റ്റർ എങ്ങനെയാണ് അവരൊന്ന് ഹാൻഡിൽ ചെയ്യുന്നത്? ഞാൻ എപ്പോഴും ഓരോ കുട്ടിയും പേഴ്സണലായിട്ട് കണ്ട് മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. ഗ്രൂപ്പായിട്ടാണ് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കുന്നതെങ്കിലും ഓരോ വ്യക്തിയോടും പേഴ്സണലായിട്ട് ആ വ്യക്തിക്ക് എന്താണോ പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ആ വ്യക്തിയെക്കുറിച്ച് നിരീക്ഷിച്ചതിൽ നിന്നും മനസ്സിലാക്കിയതിൽ നിന്നും കേട്ടതിൽ നിന്നും കുടുംബാന്തരീക്ഷം പഠിച്ചതിൽ നിന്നും ആ വ്യക്തിക്ക് എന്താണ് കൊടുക്കേണ്ടതെങ്കിൽ അത് ഞാൻ മറ്റാരും അറിയാതെ പേഴ്സണലായിട്ട് പറഞ്ഞു കൊടുക്കും. പൊതുവായി എപ്പോഴും നിർദ്ദേശങ്ങൾ കൊടുക്കാറുള്ളൂ, പക്ഷേ പേഴ്സണലായിട്ട് വിളിച്ച് സ്നേഹമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എപ്പോഴും. ഇവിടെ കൂടുതലായിട്ട് സ്ത്രീകളും കുട്ടികളുമുള്ള കൗൺസിലിംഗ് ആണെങ്കിലും മറ്റാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് വരുന്നത്. അപ്പം ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഉണ്ടാകുന്ന ഇഷ്യൂസിൽ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ടല്ലോ. കാരണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മാറി. അപ്പോൾ അങ്ങനെ ഉള്ള വ്യത്യസ്തമായ പ്രോബ്ലംസ് ഇവിടെ സോൾവ് ചെയ്യേണ്ടതായിട്ടോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് വരുമ്പോൾ പറയുന്നതായിട്ട് സിസ്റ്ററിന് തോന്നിയിട്ടുണ്ടോ? കോവിഡ് കഴിഞ്ഞതിൽ പിന്നെ എനിക്ക് തോന്നിയത് കുറേ ആളുകളും വ്യക്തി കേന്ദ്രീകൃതവും കുറച്ചുകൂടെ മീഡിയ ഫ്രണ്ട്ലി അല്ല, മീഡിയ അഡിക്റ്റഡ് ആയിപ്പോയി. മീഡിയ ഫ്രണ്ട്ലി അല്ല, അഡിക്റ്റഡ് പോലെ. അപ്പോൾ ഇവിടെ ഷെൽട്ടർ ഹോമിലോ കൗൺസിലിങ്ങിന് വരുന്നതിലെല്ലാം ഒരു റീസൺ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇത് കൈകാര്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ ഷെൽട്ടർ ഹോമിൽ വരുന്നവരാണെങ്കിലും പലരോട് ഫോൺ വാങ്ങിച്ച് വെക്കുമെന്ന് പറയുമ്പോൾ തന്നെ അവർ ആ ഫെസിലിറ്റി വേണ്ടാന്ന് പറഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. പല സ്ത്രീകളും ഇങ്ങനെ ഇവിടെ ഷെൽട്ടർ ചോദിച്ച് വരും, പക്ഷേ ഫോൺ വാങ്ങിച്ച് വെക്കുമ്പം അവർ തിരിച്ചു പോകാൻ അവർക്ക് അഭയസ്ഥാനം അവർ കണ്ടെത്തുന്നുണ്ട് പലരും. അപ്പം അതൊരു മീഡിയ റിലേറ്റഡ് ഇഷ്യൂസിലേക്ക് നമ്മൾ മാറിപ്പോയി. അതെ അതെ അതെ. ഈവൻ ഡ്രഗ്സ് ആണെങ്കിൽ പോലും അവർക്ക് കിട്ടുന്നത് ത്രൂ മീഡിയയാണ്. അങ്ങനെ മീഡിയ ഒരു വലിയ സ്ഥാനം വഹിക്കുക ഇപ്പോൾ പ്രോബ്ലത്തിന്. ഇപ്പോൾ കുട്ടികളുടെ കയ്യിലും ഫോണുകളാണല്ലോ, അത് നമുക്ക് മാറ്റാനും പറ്റുന്നില്ല. ഓക്കെ.
ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ ചലഞ്ചസ് ആണ് സിസ്റ്ററിനെ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. കാരണം പാറ്റേൺ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ചിലപ്പോൾ രാത്രിയിൽ ഒരു എമർജൻസി ഉണ്ടാവും, കാരണം ഇത്രയും ഇൻമേറ്റ്സ് ഉള്ള സ്ഥലമായതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ എങ്ങനെയാണ് സിസ്റ്റർ ധൈര്യത്തോടെ ചാലഞ്ചസ് എല്ലാം ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്? എല്ലാവരും ഒക്കെ എന്നോട് അങ്ങനെ പറയാറുണ്ട്, പക്ഷെ എനിക്കത് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ, ഞാൻ അങ്ങനെ ധൈര്യവതിയാണെന്നൊന്നും. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം അങ്ങനെ നടന്നു പോകുന്നുണ്ട്. പിന്നെ വലിയ ഏറ്റുമുട്ടലുകളൊന്നും കൂടാതെ നമുക്ക് ചെയ്തു പോകാൻ കഴിയുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ഇപ്പം ഡോക്യുമെൻറ്റേഷൻ ആണെങ്കിലും എല്ലാം ഒരു ലാസ്റ്റ് മിനിറ്റിന് മുമ്പ് ഈശോ എന്നെ ഓർപ്പിച്ച് തരുന്നുണ്ട്, അത് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമുക്ക് അങ്ങനെയൊന്നും പെൻഡിങ്ങിൽ പോവുകയോ അങ്ങനെ ഇത് ചെയ്യുന്നില്ല. പിന്നെ ഞാനെല്ലാം എഴുതിയൊക്കെ വെക്കും, രജിസ്റ്ററുകളൊക്കെ എല്ലാത്തിനും ഉണ്ട്, പക്ഷെ ചിലപ്പോൾ അതൊന്നും നോക്കാൻ മറന്നു പോകും ഞാൻ. എന്നാലും അത് എല്ലാം അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ആളുകളാണെങ്കിലും ഞാൻ വളരെ സാവകാശമേ കാര്യങ്ങൾ ചെയ്യുള്ളൂ, പെട്ടെന്ന് ചെയ്യുന്ന നേച്ചർ എനിക്കില്ല. അപ്പം എന്നോട് എന്ത് പ്രശ്നം വന്ന് പറഞ്ഞാലും ചെയ്യാം എന്ന് പറയും. പിന്നെ ഞാൻ ആദ്യം അത് ഈശോയോട് കൺസൾട്ട് ചെയ്യും. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യും 2-3 ദിവസം. അപ്പോൾ ഈ വരുന്ന ആൾക്ക് തോന്നും ഞാൻ അനങ്ങുന്നില്ലല്ലോ എന്നൊക്കെ. അപ്പം ഞാൻ പറയാം അതിന് അതിൻ്റെതായ ഒരു സമയമുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പയ്യെ. അപ്പം ആ ഒരു സമയം കൊണ്ട് ആ ചൂടായി വന്നയാൾ ശാന്തമാകും, എനിക്ക് കുറച്ച് ആലോചിക്കാനുള്ള സമയവും കിട്ടും. അപ്പം അതിൽ നന്നായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പോകുന്നു. പിന്നെ എല്ലാവരും സഹകരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഓരോരുത്തരും ഇപ്പം നമ്മുടെ ഈ ലോക്കൽ ഏരിയയിലുള്ള ഒഫീഷ്യൽസ് ആണെങ്കിലും, ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റ്, വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓർഫനേജ് കൺട്രോൾ ബോർഡ്, പോലീസ്, ലീഗൽ സംവിധാനങ്ങൾ, ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാവരും നമ്മളോടൊരു അക്സെപ്റ്റൻസ് ഉണ്ട് നമുക്ക്. ആ ഒരു അക്സെപ്റ്റൻസ് ഉള്ളതുകൊണ്ട് നമ്മളൊരു സജഷൻ പറഞ്ഞാൽ നമ്മളോട് അവർ ശ്രവിക്കുന്നുണ്ട്, നമുക്കൊരു സാവകാശം തരുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് എല്ലാവരുടെയും സഹകരണങ്ങൾ കൊണ്ടാണ് മുന്നോട്ട് നന്നായിട്ട് പോകാൻ പറ്റുന്നത്. അതുപോലെ ചൈൽഡ് വെൽഫെയർ സൊസൈറ്റിയിൽ സിസ്റ്ററിന് കമ്മിറ്റിയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? കാക്കനാടല്ലേ? അതെ, ഗവൺമെൻറ്റിൻ്റെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്നത് കുട്ടികളുടെ, അതായത് പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ മുഴുവൻ ഉത്തരവാദിത്വവും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ്. ഞാനവിടെ 2012 ഫെബ്രുവരി 4 മുതൽ 2019 വരെ മാർച്ച് 10 വരെ അവിടെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റി. 7 വർഷം. അതൊരു 24 hours ഡ്യൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഏത് സമയത്തും കോൾ വരും. അപ്പം ഞാൻ ഈ കോതമംഗലം ഏരിയയിൽ നിന്നായതുകൊണ്ട് പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, കോട്ടപ്പടി, കുറുപ്പുംപടി, കുട്ടമ്പുഴ ഏരിയയിൽ നിന്നുള്ള എല്ലാ സമയത്തും രാപകൽ ഭേദമന്യേ കേസുകൾ വരും. ഇപ്പം നമ്മൾ ഫുൾ ടൈം അവൈലബിൾ ആവേണ്ട ഒരു ജോലിയാണ്. പെട്ടെന്ന് തീരുമാനമെടുക്കണം. അങ്ങനെ ആ ഒരു 7 വർഷം സർവീസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ കുട്ടികളുടെ പ്രോബ്ലംസ് എത്രമാത്രം ആഴമുള്ളതാണെന്ന് മനസ്സിലായത്. അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം എത്രമാത്രം വീക്കാണെന്ന് മനസ്സിലായത് അതാണ്. കാരണം നമ്മുടെ ഈ ഒരു ഇഷ്യൂ വരുമ്പം ആർക്ക് വേണേലും ഇതേ സ്വാധീനിക്കാം, സിസ്റ്റത്തെ സ്വാധീനിക്കാം. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാൻ, കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള സിസ്റ്റം എത്രത്തോളം കുറവാണെന്ന് മനസ്സിലായത് അവിടെ ജോലി ചെയ്തപ്പോഴാണ്. ഇപ്പോൾ ഒരു സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ ആവശ്യമുള്ള ഒരു കുട്ടി, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമുക്കെന്നൊരു സംവിധാനം ഇപ്പോഴും ഇല്ല. ഇപ്പോൾ ഒരു ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു ആ കുട്ടിയെ ഒരു സ്ഥാപനത്തിലാക്കി അങ്ങനെ പോകുന്നു. അല്ലാതെ റിയലായിട്ട് ആ കുട്ടിയോട് ക്ഷമയോടുകൂടി കൂട്ടത്തിൽ ചേർത്ത് നിർത്തി രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം നമുക്കില്ല, ഇപ്പോഴും ഇല്ല. അതിൻ്റെ ഒരു ആഴം മനസ്സിലായത് CWC മെമ്പറായ പിന്നെ അതെ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്, എത്രമാത്രം ആവശ്യമുള്ള മേഖലയാണതെന്ന് മനസ്സിലായത് അവിടെ ചെന്നപ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു സിസ്റ്റേഴ്സിൻ്റെ നമുക്ക് എത്രത്തോളം കൂടുതൽ ഇൻവോൾവ് ചെയ്യാമെന്ന് മനസ്സിലായി. കാരണം നമ്മൾക്ക് വേറെ ബാധ്യതകളൊന്നും ഇല്ലല്ലോ, കുടുംബം, ഭർത്താവ്, മക്കൾ അങ്ങനെയില്ല. പക്ഷെ നമുക്ക് എത്രത്തോളം കാര്യക്ഷമമായിട്ട് ഇതിൽ ഇടപെടാം എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എനിക്കൊന്ന് ഈ സന്യാസ സമയത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലോട്ടൊക്കെ ഒരു സിസ്റ്റർ. കോൺഗ്രിഗേഷനിൽ ഞാനാണ്. പിന്നെ എറണാകുളത്ത് പാലക്കാട് നിന്നൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കോട്ടയത്ത് നിന്നൊരു സിസ്റ്റർ ഉണ്ട്. പക്ഷേ സിസ്റ്റർ ഇടയ്ക്ക് റിസൈൻ ചെയ്തു പോയി. അങ്ങനെ 3 സിസ്റ്റേഴ്സിനെ എനിക്കറിയാം.
ഇവിടെ നിന്ന് ജോലിക്കായിട്ടും അതുപോലെ തന്നെ ഉപരിപഠനത്തിനായിട്ടും ഈ സ്ഥാപനത്തിൽ വന്നിട്ട് പിന്നീട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ പല കുട്ടികളെയും ഇവിടുന്ന് വിവാഹം കഴിച്ചു വിട്ടിട്ടുണ്ട്. അപ്പം ഇറ്റ്സ് സ്വീറ്റ് അറ്റ് ദ സെയിം ടൈം പെയിൻഫുൾ നമുക്ക്. കാരണം സിസ്റ്റർ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് എല്ലാവരെയും നോക്കുന്നത്. അപ്പോൾ സിസ്റ്റർ എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സിലൂടെ പോകുന്നത്? നമ്മൾ ഓരോ കുട്ടിയുടെയും റിഹാബിലിറ്റേഷൻ അവരുടെ ഒരു താല്പര്യം അനുസരിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ വിവാഹിതരാകാൻ താല്പര്യമാണെന്ന് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ താല്പര്യമാണെന്ന് പറയുന്നവർക്ക് അവരുടെ കൂടെ ചോയ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ വിവാഹം കഴിഞ്ഞ് പോയാലും നമ്മൾ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു, അവരെ അന്വേഷിക്കുന്നു, അവരെ ഇടയ്ക്ക് ഇവിടെ വരുന്നു. അങ്ങനെ അത് റിലേഷൻഷിപ്പ് തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പിള്ളേർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. കാരണം അവരൊരു സ്ഥാപനത്തിൻ്റെ സെറ്റപ്പിൽ നിന്ന് ഒരു കുടുംബാന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. ആദ്യത്തെ ഒരു വർഷത്തിലൊക്കെ അധികം ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഒന്നും അന്വേഷിക്കണ്ടല്ലോ. പിന്നെ സാധനങ്ങൾ വാങ്ങിക്കണം, തീരുന്നതനുസരിച്ച് പ്ലാൻ ചെയ്യണം. ആ ഒരു ഏരിയ ഒന്നും ഇല്ലല്ലോ. അപ്പം ഞങ്ങളും റിയലൈസ് ചെയ്തു. ഇപ്പം വിവാഹം ആകാറാവുമ്പോൾ ഞങ്ങൾ അവരെ അടുക്കളയിലോട്ട് അങ്ങോട്ട് വിടും, ഉത്തരവാദിത്തം ഏൽപ്പിച്ചു വിടും. അപ്പം സാധനങ്ങൾ വാങ്ങിക്കാൻ നോക്കി കണ്ടും ചെയ്യാനൊക്കെ അതും പഠിപ്പിക്കണമെന്ന് ഞങ്ങളും മനസ്സിലാക്കി. അപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. മിക്കവാറും ഒരു വർഷത്തിൽ കൂടുതൽ എടുക്കും ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം. പിന്നെ ഞങ്ങൾ എല്ലാ വീട്ടിലെയും അമ്മമാർ ഭയങ്കര കൺസേൺ ഉള്ളവരായിരുന്നു. അപ്പോൾ അവർ ഈ മക്കളെ ചേർത്ത് നിർത്തി അവരെ പഠിപ്പിച്ചെടുക്കാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടായിരുന്നു. മിക്കവാറും വരും, എല്ലാവരും തന്നെ വരുന്നുണ്ട്. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നമ്മൾ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യും. അങ്ങനെ അതെ അതെ അതെ. BSWക്കാർ, MSWക്കാർ ഇങ്ങനെ പല ടീമുകളായിട്ട് ഇവിടെ വന്ന് ഇൻറ്റേൺഷിപ്പ്, ഓറിയൻറ്റേഷൻ വിസിറ്റ് ഇങ്ങനെയുള്ള അങ്ങനെ ഒരു ടീമായിട്ട് വന്നതാണ്. ഞാനും തന്നെയായിരുന്നു വന്നത്. അങ്ങനെ സിസ്റ്ററിനെ പരിചയപ്പെട്ടതാണ്. അങ്ങനെ ഒരുപാട് കുട്ടികൾ വന്ന് കയറി ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ ഓരോരുത്തർക്കും കൃത്യമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഇവിടെ വേണ്ട സഹായങ്ങൾ അവരെ കൊണ്ട് ഇപ്പോൾ എഴുതിപ്പിക്കുന്ന ട്രെയിനിങ് പ്രോസസ്സ് അങ്ങനെ എല്ലാം നടക്കുന്നുണ്ട്. ഇപ്പോൾ സിസ്റ്ററിന് ഓരോ വ്യക്തികളെയും കണ്ട് കൃത്യമായിട്ട് ഈ ഗൈഡൻസ് കൊടുക്കാനായിട്ട് എങ്ങനെയാണ് പറ്റുന്നത്? കാരണം ഞാൻ തന്നെ പലപ്പോഴും സിസ്റ്ററിനോട് ചോദിച്ചിട്ടുണ്ട്, സിസ്റ്റർ ബോറടിക്കില്ല. കാരണം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഓരോ ബാച്ച് വരുമ്പോഴും വീണ്ടും വീണ്ടും പറയണം. അപ്പോൾ അത് സിസ്റ്റർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഞാനിങ്ങനെ സ്റ്റുഡൻസ് വരുമ്പോൾ തന്നെ ഞാൻ അവരോട് എൻ്റെ പോളിസി പറയും. അതായത് നിങ്ങൾക്ക് എത്രത്തോളം താല്പര്യമുണ്ടോ അത്രത്തോളം എനിക്കും താല്പര്യമുണ്ട്. അങ്ങനെ ഇപ്പം റോസിനെ കുറിച്ച് ഞാൻ എല്ലാവരോടും പറയാറുണ്ടായിരുന്നു. റോസ് ഭയങ്കര സ്റ്റുഡിയസ് ആയിരുന്നു. അതിലുപരി റോസിൻ്റെ കമ്മിറ്റ്മെൻ്റ് ആണ് ഞാൻ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ എല്ലാവരോടും പറയും, റോസ് വന്നപ്പോൾ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. കാരണം റോസിൻ്റെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഞാനത് പഠിക്കും. അങ്ങനെ അപ്പം ഞാൻ എല്ലാ പിള്ളേരോടും പറയും, നിങ്ങൾ എന്നോട് 5 ചോദ്യമെങ്കിലും ഒരു ദിവസം ചോദിക്കണം, അപ്പം ഞാനതിന് പറഞ്ഞുതരാം എന്ന്. അപ്പം ഈ വരുന്ന കുട്ടികൾക്ക് ഇവിടെ വന്ന് നമ്മുടെ കൂട്ടത്തിൽ 1 മാസം നിന്നിട്ട് പോകുമ്പം അവരൊരു സോഷ്യൽ വർക്ക് എന്താണെന്ന് ബേസിക്കായിട്ട് പഠിച്ചിട്ട് പോകണമെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. അപ്പം ഞാനതിന് വേണ്ടി സമയം ചെലവഴിക്കാൻ തയ്യാറാണ്. പിന്നെ ഇപ്പോഴിപ്പോഴും വരുന്ന പിള്ളേർക്ക് അത് ഇത്തിരി ഒരു കുറവുണ്ട്. അപ്പം കമ്മിറ്റ്മെൻറ്റ് വർക്ക് ചെയ്യാനുള്ളത്. അവർ വരുന്നു, എന്തെങ്കിലുമൊക്കെ അവർ ഇങ്ങനെ കൂട്ടുകൂടി വരുന്നു, കൂട്ടുകൂടി പോകുന്നു. അതിലല്ലാതെ എന്തെങ്കിലും ഇവിടെ ഇരിക്കുന്ന സമയത്ത് എക്സ്ട്രാ ഒന്ന് വായിക്കുകയോ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സൈറ്റിൽ കയറുകയോ അതിനെന്തെങ്കിലും നോക്കുകയോ പുതിയ നിയമങ്ങൾ പഠിക്കുകയോ അങ്ങനെയുള്ള താല്പര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞു പോകുന്നു. പിന്നെ സോഷ്യൽ വർക്ക് പഠിക്കുന്നത് പെട്ടെന്ന് വിദേശത്ത് പോയി ഒരു ജോലി എന്നുള്ളതല്ലാതെ കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിൽ വരുന്നവർ വളരെ കുറവാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അതെ, എമ്പതി വേണം. ഒപ്പം വളരെ ക്രിയേറ്റീവ് ആയിരിക്കണം. നമുക്ക് എപ്പോഴും നമുക്ക് ഐഡിയാസ് നമ്മുടെ വിരൽത്തുമ്പി. അപ്പോൾ ഐഡിയാസ് വരണമെങ്കിൽ നമുക്ക് വന്നേ അത് വരത്തുള്ളൂ. ചെയ്ത് അപ്പം അതുകൊണ്ട് ആ ഒരു അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം, ആ ഒരു സ്പിരിറ്റ്. അതെ, ഇപ്പം നമുക്ക് വൈറ്റ് കോളർ ജോബ് മാത്രമല്ല, ഇപ്പം തൂക്കണമെങ്കിൽ തൂക്കണം, അടിക്കണമെങ്കിൽ അടിക്കണം. എന്താണ് നമ്മുടെ മുന്നിൽ അതിനു വേണ്ടി നമ്മൾ റെഡി ആയിരിക്കണം. ഒരു ക്വിക്ക് ആക്ഷൻ അതിനുവേണ്ടി നമ്മളിങ്ങനെ ഇരിക്കണം, അലേർട്ടായിരിക്കണം എപ്പോഴും. മനസ്സ് വേണം. ഇപ്പം നമ്മുടെ ഒരു ടൈം അനുസരിച്ചുള്ള ജോലി ടൈം അനുസരിച്ച് ഉറക്കം, ഭക്ഷണം അതൊരിക്കലും നമുക്ക് സാധിക്കത്തില്ല നമ്മളൊരു റിയൽ സോഷ്യൽ വർക്കർ ആണെങ്കിൽ. അപ്പം അതിനൊരു മനസ്സുണ്ടെങ്കിൽ ഈ സോഷ്യൽ വർക്ക് ഫീൽഡ് വരാവുള്ളെന്ന് ഞാൻ പറയും.
പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള സാധ്യതയെക്കാളും കൂടുതൽ വെളിയിൽ പോയാലാണ് അതിനുള്ള സാധ്യത. അപ്പൊ അതിനൊരു സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാനും കൂടെയാണ്. അത് പലരും വരുമ്പോൾ ഇങ്ങനെ വലിയ കാര്യങ്ങൾ പറയുന്നു, പിന്നെ ഒരാഴ്ച വന്നു കഴിയുമ്പോൾ എനിക്ക് 1 മാസത്തെ സർട്ടിഫിക്കറ്റ് തരാമോ, അല്ലെങ്കിൽ 6 മാസത്തെ സർട്ടിഫിക്കറ്റ്. അപ്പം ഞാൻ എപ്പോഴും പറയും, എന്നെ അങ്ങനെ കള്ളത്തരം ചെയ്യിപ്പിക്കരുത്. നിങ്ങൾ 1 മാസം വന്നാൽ ഞാൻ 1 മാസത്തെ തരാം. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ സ്ഥാപനത്തെക്കുറിച്ച് നമുക്ക് പുറമെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഇല്ല. ഇപ്പം ഞാൻ പോലും ഇവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് വന്നപ്പം പലരും, അതായത് വേർഡ് ഓഫ് മൗത്ത് അങ്ങനെ കേട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ മനഃപൂർവ്വം നമ്മൾ അങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാത്തതാണോ, അതോ ആവശ്യക്കാർ വരുന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാഞ്ഞതാണോ? പിന്നെ നമ്മുടെ ഒരു ഹോം നഴ്സിംഗ് സർവീസസ് ആണ് നമ്മൾ പുറത്തുള്ള ആളുകളോട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ട്. അത് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തില്ലെങ്കിലും നമുക്ക് ഒരുപാട് ഡിമാൻഡ്സ് ഉണ്ട്. പിന്നെയുള്ള കുട്ടികളുടെ സ്ത്രീകളുടെ ഒരു സർവീസ് കൊടുക്കുന്ന സ്ഥാപനമായതുകൊണ്ടും നമ്മുടെ ഇവിടെ വരുന്നവർ പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ളവരായതുകൊണ്ടും ഒരു കോൺഫിഡൻഷ്യാലിറ്റി എല്ലാ കാര്യത്തിലും വേണം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പബ്ലിസിറ്റി കൊടുക്കുന്നില്ല. അതുകൊണ്ട് മറ്റുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും നമുക്കില്ല. ഇത് മനഃപൂർവ്വം നമ്മൾ ചെയ്യാത്തത്. ഇവിടെ സിസ്റ്റർ, അപ്പം നമുക്ക് ആ മൈൻഡ് എന്ന് പറയുന്നത് നമ്മളിപ്പം സ്കിൽ സ്റ്റുഡിയോ ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ പബ്ലിക്കുമായിട്ട് എപ്പോഴെങ്കിലും ആക്സസിബിൾ ആയിട്ടുള്ളത്. അതിനെ കുറിച്ചൊന്ന് സിസ്റ്റർ പറയാം. മൈൻഡ് ഒരു കൃപ ഫൗണ്ടേഷനും കൂടെ ചേർന്നിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സർവീസാണ്. അത് കൂടുതലും ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ ഇൻഡിവിജ്വൽ കെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരംഭിച്ചത്. ഇപ്പം ഇച്ചിരി ബിഹേവിയർ ഇഷ്യൂസ് ഉള്ള കുട്ടികളും വരുന്നുണ്ട്. അപ്പം നമ്മൾ ഓരോ ദിവസം അവർക്ക് ആവശ്യമുള്ള ടൈം 1 hour 2 hours ടൈം സ്ലോട്ട് കൊടുത്ത് നമ്മൾ അവർക്ക് അസിസ്റ്റൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഇൻഡിവിജ്വൽ കെയർ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്രോച്ചബിൾ ആണ്. ടൈം സ്ലോട്ട് കൊടുക്കും, വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്യാം. അതെ അതെ. അതുപോലെ തന്നെ കൗൺസിലിംഗ് സർവീസസും നമ്മളിവിടെ അതെ. ഇപ്പം നമ്മളിവിടെ 2 കൗൺസിലേഴ്സ് ഉണ്ട്. സിസ്റ്റർ അജയും കൊടുക്കുന്നുണ്ട്, ഞാനും കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഫുൾ ടൈം കൗൺസിലറായിട്ട് ഇരിക്കുന്നില്ല, കാരണം മറ്റുള്ള ജോലികളും മറ്റേ സിസ്റ്റർ ജസ്റ്റിനെയും കൂടെ പോയപ്പോൾ ഇത്തിരി ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ കൗൺസിലിംഗ് വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ. അതുപോലെ സ്റ്റേഷനിൽ നിന്നോ അങ്ങനെയൊക്കെ വിളിച്ചാൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. സ്കൂളിൽ നിന്നൊക്കെ പ്രോബ്ലം ഉള്ള കുട്ടികളെയൊക്കെ വിടും, അങ്ങനെയുള്ളവരെ മാത്രം, അല്ലാതെ വിശാലമായിട്ടില്ല. മൈൻഡിലോട്ട് എനിക്കൊന്ന് ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. ശനിയാഴ്ചകളിലും വേറെ സ്പെഷ്യൽ ക്ലാസ്സുകൾ. ശനിയാഴ്ചകളിൽ നമ്മൾ ഓരോ തീം ഉണ്ടാക്കിയിട്ട് തീം ബേസ് ആയിട്ട് നമ്മൾ അതിന് ചെറിയ പേയ്മെന്റ് ഉണ്ട്. അങ്ങനെ അതിന് മാത്രമാണ് പേയ്മെന്റ് ഉള്ളത്. കൗൺസിലിങ്ങിന് പേയ്മെന്റ് ഇല്ല. എനിക്ക് കൗൺസിലിംഗ് വരുന്ന മിക്കവാറും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്ന് ഞാനൊരു സപ്പോർട്ട് പേഴ്സൺ ആയിട്ട് അവരെന്നെ വെച്ചിട്ടുണ്ട്. അപ്പം വിക്റ്റിമായിട്ട് വരുന്ന കുട്ടികളെ സപ്പോർട്ട് പേഴ്സൺ എന്നുള്ള നിലയിൽ ഞാൻ കൗൺസിലിംഗ് കൊടുക്കും. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വരുന്ന കേസുകൾ, പിന്നെ ഏതെങ്കിലും ഇതുപോലെ ലീഗൽ ഫ്രെയിമിലേക്ക് വരുന്ന കുട്ടികളെ എന്നെ അടുത്ത് വിടുന്നത്. അപ്പം നമ്മളതിന് പേയ്മെന്റ് വാങ്ങിക്കുന്നത്. അല്ലാത്ത സിസ്റ്ററിനെ കിട്ടണമെങ്കിൽ തന്നെ, കാരണം ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരാളാണ്. നമ്മൾ വിളിച്ചാൽ പോലും നമ്മൾ എന്താണ് സിസ്റ്റർ എടുക്കാത്തതെന്ന് വെച്ചാൽ അത്ര തിരക്കാണ്. സിസ്റ്ററിന് 1 മിനിറ്റ് ഒഴിവില്ലാത്ത സിസ്റ്ററാണ്. ഇപ്പം ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു കോൺവെർസേഷന് വേണ്ടി വിളിച്ചപ്പോൾ പോലും അത്രമാത്രം തിരക്കൾക്കിടയിലാണ് സിസ്റ്റർ വന്നേക്കുന്നത്. അപ്പോൾ സിസ്റ്റർ ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനും അവർ ഇത്രയും തിരക്കൾക്കിടയിലും എങ്ങനെ പ്ലസന്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റും? അങ്ങനെ ദേഷ്യപ്പെടുന്ന മുഖം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. എങ്ങനെയാണ് സിസ്റ്റർ അതിന് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എനിക്ക് ദേഷ്യം വളരെ കുറവാണ്. ദേഷ്യം വരാറില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ ദേഷ്യം വരും. ആ ദേഷ്യം വരുന്ന ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്ക് ദേഷ്യമായിരിക്കും. മീൻസ് അന്ന് ഞാൻ എല്ലാം തിരുത്തലുകൾ കൊടുക്കേണ്ട കാര്യങ്ങളെ കാണുള്ളൂ. ഇപ്പം എനിക്ക് അങ്ങനെ അത് വളരെ കുറച്ചേ വരാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വരുമായിരുന്നു. ഇപ്പം അങ്ങനെ വരുന്നില്ല. പിന്നെ ഞാൻ കുരുത്തക്കേട് കുട്ടികളെ കാണിച്ചാലും എനിക്ക് ക്ഷമിക്കാൻ പറ്റും. പിന്നെ അത് അങ്ങനെയില്ല. പിന്നെ എൻ്റെ റോൾ മോഡലായിട്ട് സെയിൻറ്റ് ഫ്രാൻസിസ് അസീസി മദർ തെരേസയുമാണ് ഞാൻ എൻ്റെ റോൾ മോഡൽസ്. അപ്പോൾ അവർ രണ്ടും അങ്ങനെ ദേഷ്യപ്പെടുന്നതായിട്ട് എനിക്കറിയത്തില്ല. പിന്നെ എപ്പോഴും പാവങ്ങളോടുള്ള എപ്പോഴും ഒരു ചായ്വ് അവർക്കുണ്ട്. പിന്നെ എന്നോട് ആരെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ എനിക്കത് ചെയ്തു കൊടുത്താലും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട്, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും അത് ചെയ്തു കൊടുക്കും. അതുകൊണ്ട് തന്നെ പറ്റിക്കുകയും ചെയ്യും ആളുകൾ. എന്നാലും കുഴപ്പമില്ല. അപ്പം ഞാനവർക്കും ഈ ദേഷ്യമല്ല പറ്റിക്കുന്നതാണ് അങ്ങനെ വിചാരിക്കും. അപ്പോൾ എപ്പോഴും ഒത്തിരി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തി അല്ലെങ്കിലും
ആ ഒരു ഗൈഡൻസ് എനിക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ചിലപ്പോൾ മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്നില്ല, പക്ഷെ എനിക്ക് ആ ഒരു തൃപ്തിയുണ്ട്. ഓരോ ദിവസം വൈകിട്ട് നമ്മൾ വിലയിരുത്തി നോക്കുമ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. പിന്നെ ഇതൊക്കെ അനുഭവത്തിലൂടെ പഠിച്ചാൽ, നമ്മൾ ഒരാളെ പേടിപ്പിച്ച് മഴക്കൊണ്ടാക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അവർ നമ്മൾ വെറുക്കും എന്നുള്ളൊരു നേട്ടമല്ലാതെ ഒന്നുമില്ല. അതേസമയം നല്ല വാക്കും നല്ല പ്രവൃത്തി സന്തോഷമാണെങ്കിൽ നമുക്കും അത് പ്രയോജനകരമാണ്, മറ്റുള്ളവർക്കും പ്രയോജനകരമാണ്. സിസ്റ്റർ, അതുപോലെ തന്നെ വിവാഹം, അതുപോലെ വിവാഹ വാർഷികം അല്ലെ ബർത്ത്ഡേ, ഇങ്ങനെയൊക്കെ റിലേറ്റഡുള്ള പല പല വിശേഷ അവസരങ്ങളിലും ഇവിടെ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് അതായത് നമ്മൾ ഷെയർ ചെയ്യുമല്ലോ, അങ്ങനെ എന്തെങ്കിലും? ഇപ്പോൾ ഇവിടെ നമുക്ക് കോതമംഗലത്ത് ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പിന്നെ രാഷ്ട്രീയക്കാർ ഒരിക്കലും ഇവിടെ വന്നവർ പിന്നെയും അവരുടെ ആഘോഷങ്ങളിൽ നമ്മളെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവരവരുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, അങ്ങനെ ഓരോരുത്തർ വരും. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ കോളേജുകളിലെ NSS യൂണിറ്റിൽ വരുന്ന പിള്ളേർ, അപ്പോൾ അവർ വരുമ്പോൾ ഞാൻ എപ്പോഴും പറയും കേക്ക് അങ്ങനെയുള്ള മധുരപലഹാരങ്ങളുടെ അളവ് കുറച്ചിട്ട് പെൻസില്, പേന, ബുക്ക് അങ്ങനെ ആവശ്യമുള്ള സാധനം. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യവും ഇപ്പം ഞാൻ പറയും നിങ്ങൾ എന്നോടൊന്ന് ചോദിച്ചിട്ടേ വാങ്ങിക്കാവുള്ളൂ. അപ്പം ഉദാഹരണമായിട്ട് നമുക്കൊരു ഫുഡ് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് പറയും, ഇപ്പം നാളെ ആ ഫുഡ് തരണ്ട, എനിക്കത് ക്യാഷായിട്ട് തരാമോ, അല്ലെങ്കിൽ ഇന്നയാളുടെ ഫീസ് അടയ്ക്കാമോ എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ അവർ പറയും സിസ്റ്റർ അത് ഞാൻ അടച്ചേക്കാം. അപ്പോൾ അത് നമുക്ക് അവിടുത്തെ അക്കൗണ്ട് നമ്പർ കൊടുക്കും, അവർ ആ ഫീസ് അടയ്ക്കും. ഇപ്പം നമുക്ക് നഴ്സിംഗ് പഠിക്കുന്ന 10 പിള്ളേരുണ്ട്, അപ്പോൾ അവർക്കെല്ലാം ഫീസ് കൊടുക്കണം. അപ്പം നമ്മളങ്ങനെ കുറേശ്ശെ അങ്ങനെ അടയ്ക്കും. അപ്പം അത് അവർ നമ്മളോട് നല്ലപോലെ സഹകരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വരുന്നവരാണേലും വലിയ ഫോട്ടോ എടുത്ത് പബ്ലിസിറ്റിക്ക് ആഗ്രഹിക്കുന്നവരുമല്ല. നമുക്കൊരു കാര്യം ചെയ്താൽ അത് രഹസ്യമായിട്ട് തന്നെ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ്. അപ്പം നമ്മളത് പറയുമ്പോൾ അവർ സഹകരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ സ്റ്റേഷനറി എല്ലാം അങ്ങനെയാണ് പോകുന്നത്. ആളുകൾ തരുക. ഇപ്പോൾ ഈ MA കോളേജിലെ 30 ആൺപിള്ളേരുണ്ടായിരുന്നു NSS യൂണിറ്റിലെ. അവരിവിടുന്ന് പഠിച്ച് മിടുക്കരായി പോയി കഴിഞ്ഞിട്ടും എന്നെ അന്വേഷിച്ച് വരും, എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് ചോദിച്ച് വരും, ജോലിയായിട്ടും. അപ്പം അങ്ങനെ കുറേ പിള്ളേരുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഒന്നും പറയത്തില്ല, എനിക്ക് അത്രമേൽ ആവശ്യമുള്ളപ്പോഴേ ഞാൻ പറയുള്ളൂ. ഞാൻ അങ്ങനെ അവർ സഹകരിച്ച് നല്ല സഹകരണമുണ്ട്. ബർത്ത്ഡേ എല്ലാത്തിനും അതെ. ഇപ്പൊ ബർത്ത്ഡേ, ഡെത്ത് ആനിവേഴ്സറി, വെഡിങ് ആനിവേഴ്സറി എല്ലാം വരും. അപ്പൊ ഞാൻ പറയും വെറുതെ ലഡു, കേക്ക് അങ്ങനെ ഒത്തിരി ഐറ്റംസ് വാങ്ങിച്ച് കാശ് കളയണ്ട. ഒരു പാക്കറ്റ് പെൻസിൽ ഉള്ളെങ്കിലും നമുക്കത് പ്രയോജനകരമാണ്. കാരണം ഒരു കൊച്ചിന് ഒരു പെൻസിൽ ഉണ്ടെങ്കിൽ ഒരു പെൻസിൽ നമുക്ക് വേണം. അപ്പൊ അങ്ങനെ നമുക്ക് അത് നന്നായിട്ട് പോകുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഇവിടെ സ്റ്റേഷനറി സാധനങ്ങൾ തീരാറായി എന്ന് പറഞ്ഞ് എന്നോട് അമ്പിളി വന്ന് പറയുമ്പോൾ തന്നെ ആരെങ്കിലും എന്നെ വിളിക്കേണ്ട വേണ്ടത്. അപ്പൊ അത്രയും കറക്റ്റായിട്ട് കാര്യങ്ങൾ ദൈവം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ഇവിടെ ഇടയ്ക്ക് കുട്ടികളെ മൂവി കാണിക്കാനായിട്ട് കൊണ്ടുപോകാറുണ്ടല്ലോ അല്ലെ? നല്ല സിനിമകൾ വരുമ്പം അവിടെ നിന്ന് തന്നെ സിസ്റ്റർക്ക് പറഞ്ഞിട്ടുണ്ട്. അത് മൂവി കാണിക്കാൻ നമ്മുടെ ഇടയ്ക്കാട്ടുപടിയിലെ തിയേറ്ററിന്റെ ഉടമസ്ഥൻ ജോസഫ് ഏട്ടൻ നല്ല സിനിമ വരുമ്പോഴെല്ലാം നമ്മളെ കൊണ്ടുപോകുക മാത്രമല്ല നമുക്ക് സ്നാക്സ് ഒക്കെ തരും. വളരെ പോഷായിട്ട് നമ്മൾ പോരും. അത് ഒരിക്കലും മുടക്കാറില്ല കേട്ടോ. നമ്മൾ ആവശ്യപ്പെടുമ്പോൾ എല്ലാം തരും. പിന്നെ ചിലപ്പോൾ കുട്ടികൾക്ക് കാണാൻ കൊള്ളില്ല, ഒത്തിരി വയലൻസ് ഒക്കെ ആണെങ്കിൽ അത് വയലൻസ് കൂടുതലാണ് അങ്ങനെ പറയും, അങ്ങനെ തരും. അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ. പിന്നെ പിക്നിക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ കോലഞ്ചേരിയിലെ ജയൻ ചേട്ടൻ എനിക്ക് 1 ലക്ഷം രൂപ തന്നു കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു എല്ലാവർക്കും 1 ലക്ഷത്തിൻ്റെ ഡ്രസ്സ് വാങ്ങിക്കുന്നില്ല, ഞാൻ പിക്നിക്ക് കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ ഇഷ്ടംപോലെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹമില്ല, ഇങ്ങനെ നടന്ന് ദൈവം നടത്തി തരുന്നുണ്ട്, നടത്തി തരുന്നുണ്ട്. അതെ അതെ അതെ. പിന്നെ എന്തെങ്കിലും ചിലപ്പം നമുക്ക് കറക്ഷൻസ് വേണ്ടതും പുറത്തുനിന്ന് നമുക്ക് നമ്മളോട് ഇഷ്ടമുള്ളവർ പറഞ്ഞു തരും, ഇങ്ങനെ ഒരു കാര്യം കേട്ടു ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ അങ്ങനെ അതെ. അപ്പം അതും നമ്മൾ അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പം ചില കുട്ടികൾ ഇന്ന് സ്കൂളിൽ ചെന്ന് പറയുന്ന ഓരോ കമൻസ് ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ ഫുഡിന് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നോ അങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ ഡിസിപ്ലിനെ കുറിച്ചോ. അപ്പം അങ്ങനെ അത് കേൾക്കുന്ന കാര്യം നമ്മളോട് അവർ പറഞ്ഞു തരുന്നുണ്ട്.
അപ്പം അങ്ങനെ എല്ലാം കൂടെ കൂടുമ്പോഴാണ്. പിന്നെ നമുക്കൊരു മാനേജിങ് കമ്മിറ്റി ഉണ്ട്. അത് നമ്മളുടെ മാനേജിങ് കമ്മിറ്റിയിലുള്ളത് നമ്മളതിനകത്ത് ഒരു മെമ്പറേ ഉള്ളൂ. പിന്നെ നമ്മുടെ SP ഓഫീസിൽ നിന്ന് ഒരു റെപ്രസെൻറ്റേറ്റീവ്, ലോക്കൽ പോലീസിലെ ഒരു റെപ്രസെൻറ്റേറ്റീവ്, നമ്മുടെ സ്കൂളുകളിൽ നിന്നൊരു റെപ്രസെൻറ്റേറ്റീവ്, പിന്നെ നമ്മുടെ തല ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ, പിന്നെ നമ്മുടെ ലോക്കൽ വാർഡ് മെമ്പർ, പിന്നെ നമ്മുടെ ലോക്കലിലുള്ള ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ലേഡി, പിന്നെ വിമൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലെ ഒരാൾ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലെ ഒരാൾ, ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ ഒരാൾ, അങ്ങനെ ഒരു 10-12 പേര് അതിനകത്തുണ്ട്. അപ്പോൾ അവർ നമ്മുടെ ഒരു ഹോം കമ്മിറ്റി നമ്മൾ once in 3 months കൂടും. അപ്പം ഈ എല്ലാ ഏരിയയിൽ നിന്നുള്ള സജഷൻസ് നമുക്ക് കിട്ടും. നമ്മുടെ പ്രോഗ്രാംസ് നമ്മൾ അവിടെ വിലയിരുത്തും. അതൊരു നല്ല സംവിധാനമാണ്. പിന്നെ കുട്ടികളുടെ കമ്മിറ്റിയുണ്ട്. കുട്ടികളുടെ കമ്മിറ്റിയിൽ കുട്ടികൾ അവരെല്ലാ ആഴ്ചയും എന്നപോലെ മീറ്റിംഗ് കൂടും. അവരവരുടെ കാര്യങ്ങൾ, സജഷൻസും ആവശ്യങ്ങളും എഴുതി തരും. അപ്പം എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, അവർക്ക് തൃപ്തിയാണോ, അതും നമ്മൾ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ എടുക്കും. ഈ ഹോം മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവും ഉണ്ട്, കുട്ടികളുടെ 2 റെപ്രസെൻറ്റേറ്റീവും ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ കൂടുമ്പോഴാണ് നന്നായിട്ട് പോകുന്നത്. നമ്മൾ ഇന്ന് പത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഏത് മാധ്യമങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കെതിരെ അബ്യൂസ് ഉണ്ട്, അതുപോലെ ഡ്രഗ്സ്, അങ്ങനെ പല പല ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ളൊരു ബേസിക് കാര്യം നമ്മൾ നോക്കുമ്പോൾ പേരൻറ്റിങ്ങിൽ വന്ന അഭാവങ്ങൾ ഒരുപാട്, അല്ലെങ്കിൽ പേരൻറ്റിങ്ങിൽ ഉണ്ടായിരുന്ന ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് കോഴ്സ് പഠിക്കണമെങ്കിലും നമുക്ക് അതിന് പ്രത്യേക കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡിഗ്രിയോ PG ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് പേരൻറ്റിങ്ങിന് നമുക്കൊരു ഗൈഡൻസ് ഇല്ല. അല്ലെങ്കിൽ ഇപ്പം ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് ഈ പ്രീമാരിറ്റൽ കോഴ്സ് പോലത്തെ ഉണ്ട്. പക്ഷെ അത് കല്യാണത്തിന് മുമ്പാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടി ഉണ്ടാകുമ്പോൾ തൊട്ട് കുട്ടി എങ്ങനെ വളർത്തണം, ആദ്യത്തെ കുട്ടി ഉണ്ടായി നമ്മൾ വളർത്തി കഴിയുമ്പോഴാണ് ഓക്കെ ഇങ്ങനെയാണ് വളർത്തുന്നത് എന്നുള്ളത്. കാരണം പലർക്കും നമുക്ക് കേൾക്കുന്നുണ്ട്, ഇൻഫർമേഷൻസ്, ഗൈഡൻസ് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം ഇല്ല. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഒരു മൂല കാരണമായിട്ട് സിസ്റ്റം തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഈ നമ്മുടെ പള്ളി, നമ്മുടെ പ്രീ മാരിറ്റൽ കോഴ്സ് അത് ഒരുപാട് സഹായകരമാണെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഞങ്ങളിങ്ങനെ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങിൽ തീരുമാനിച്ച ഒരു കാര്യം, അത് ചൈൽഡ് റൈറ്റ്സ് കമ്മീഷനിലെ ഷാജു സാറും പറഞ്ഞു. അതായത് കുട്ടികളുടെ ബിഹേവിയറൽ ഇഷ്യൂസിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ആ ഡ്യൂറിങ് പ്രഗ്നൻസിയിൽ അമ്മമാരനുഭവിക്കുന്ന ആ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസുകൾ കൊണ്ടൊരു കാരണമാകാം എന്നുള്ള ഒരു പഠനത്തിൻ്റെ വെളിച്ചത്തിൽ ഈ പ്രഗ്നൻസി പീരീഡ് കുറച്ചുകൂടെ ആനന്ദകരമാക്കാൻ ആ രീതിയിലുള്ളൊരു പ്രോഗ്രാമിനെ കുറിച്ച് അപ്പം നമ്മളും അത് ആലോചിച്ചിട്ട് എനിക്ക് ഡോക്ടർ സിസ്റ്റർ മനീഷയുമായിട്ട് ആലോചിച്ച് പ്രഗ്നൻറ്റ് ലേഡീസിന് ആ പ്രഗ്നൻസി പീരീഡ് മുതൽ അവർക്കൊരു അക്കമ്പനിമെൻറ്റ് നൽകാനായിട്ടുള്ളൊരു പ്രോഗ്രാം നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മേ ബി ഒരു ജൂൺ മുതൽ നമ്മളത് ആരംഭിക്കും. അപ്പം അതെങ്ങനെയാണെന്നൊരു പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ട് സിസ്റ്റർ മനീഷയോടും കൂടെ ആലോചിച്ച് തീരുമാനം എടുക്കും. അതുപോലെ നമ്മളിപ്പം പ്രഗ്നൻസി കഴിയും, ഇപ്പം പൊതുവെ സ്കൂളിൽ ഒരു കുട്ടി ചേരുമ്പോൾ, അതായത് പ്രീ സ്കൂളാണെങ്കിൽ മോണ്ടിസോറി ചേരുമ്പോൾ 3 വയസ്സായി. അപ്പൊ ആ ഉണ്ടായ സമയം തൊട്ട് 3 വയസ്സ് വരെയുള്ള ആ കാലഘട്ടത്തിലും പാരന്റ്സ് തമ്മിലുള്ള വർക്കുകൾ, കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ്, ഇതെല്ലാം ഫേസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെയാണ് സ്കൂളിൽ വരുമ്പോൾ പിന്നെ അവിടെ നിന്നാണ് ഗൈഡൻസ് ബാക്കി തുടങ്ങുന്നത്. അവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഗ്യാപ്പും ഫിൽ ചെയ്യാനുള്ള അതിനുള്ളൊരു നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മൊത്തം ആ ഒരു അക്കമ്പനിമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാംസ്. ഒപ്പം നമ്മൾ ആലോചിക്കുന്ന മറ്റൊരു കാര്യം ഈ ഓൾഡ് ഏജിൻ്റെ സീനിയർ സിറ്റിസൺസിൻ്റെ ഒരു കെയർ ആണ്. അപ്പോൾ നമുക്കൊരു ഹോം നഴ്സിംഗ് സർവീസ് ഉണ്ട്. അതിനെ കുറച്ചും കൂടെ വിപുലീകരിച്ച് വീടുകളിലും ഒറ്റയ്ക്കായിരിക്കുന്നവരെ അങ്ങനെ കുറച്ച് വിശാലമായിട്ട് ഒരു സർവീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോം കെയർ മാത്രമല്ല, ഇപ്പോൾ ഒരാളൊന്ന് ഒരു ഷോപ്പിങ്ങിന് പോകണം, അല്ലെങ്കിൽ ഔട്ടിങ്ങിന് പോകണം, അപ്പോൾ നമ്മൾ അക്കമ്പനി ചെയ്യാം. വിത്ത് ഡ്രൈവിങ് വേണം, പ്ലസ് അക്കമ്പനിമെൻറ്റ്. അങ്ങനെ സിസ്റ്റർ, അതുപോലെ ഇവിടെ വോളണ്ടിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ ഉണ്ടോ? ഉണ്ട്. നമുക്ക് പ്രധാനമായിട്ടും യോഗ നമ്മൾ പിള്ളേരെ പഠിപ്പിച്ചത് ഒരു വോളണ്ടറി സർവീസ് ആയിരുന്നു. കൂടാതെ ഡാൻസ്, പിന്നെ റിട്ടയർഡ് ടീച്ചർമാരായിട്ടുള്ള
അവർ 2-3 പേര് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അവർ റെഗുലറായിട്ട് വരും, കൃത്യമായിട്ട് കുട്ടികളുടെ പഠനം കുട്ടികളുടെ സൗകര്യം അനുസരിച്ചായിരുന്നു വരുന്നത് കേട്ടോ, അല്ലാതെ അവരുടെ സൗകര്യമല്ലായിരുന്നു. എപ്പോഴും നമ്മുടെ കുട്ടികളുടെ സൗകര്യം അനുസരിച്ചായിരുന്നു അവർ വരുന്നത്. വന്ന കുട്ടികളെ ഒട്ടും വായിക്കാനും എഴുതാനും അറിയത്തില്ലാത്തവരെയാണ് അവർ ഇൻഡിവിജ്വൽ കെയർ കൊടുത്ത് പഠിപ്പിച്ച് അത്യാവശ്യം എഴുതാനും വായിക്കാനും പിന്നെ കാൽക്കുലേഷനും ഒക്കെ പഠിപ്പിച്ച് അങ്ങനെ വോളണ്ടറി സർവീസ് എടുത്തു. പിന്നെ നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പം MA കോളേജിലൊക്കെ ഉള്ളവർ അവർ വന്നത് കൂടുതലും നമ്മുടെ സ്ഥാപനത്തിന് മൊത്തമായിട്ടുള്ള സർവീസുകൾ, ഇപ്പോൾ പെയിൻറ്റിങ്, പരിസരം വൃത്തിയാക്കാൻ, അല്ലെങ്കിൽ അതിനെ മോടി പിടിപ്പിക്കാൻ, അങ്ങനെയൊക്കെ ഈ ജനറേഷനിൽ ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ട്. ഇപ്പം നമ്മുടെ എൽദോമാർ ബസേലിയോസിലെ സ്റ്റുഡൻസ് BSW MSW സ്റ്റുഡൻസ് ഒറ്റ ദിവസം കൊണ്ട് ആ ബിൽഡിങ് 2 പെയിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. 50-60 പിള്ളേർ വന്നിട്ട്. പിന്നെ ഒരു ദിവസം വന്നപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വിറക് കീറുത് കിടപ്പുണ്ടായിരുന്നു, അപ്പം ഈ വിറകെല്ലാം ഒന്ന് കൊണ്ടിടണമല്ലോ എന്ന് പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് അവരെല്ലാവരും നമ്മുടെ പിള്ളേരും കൂടി പക്ഷെ അത് ചെയ്തു തീർത്തു. അപ്പം അങ്ങനെ വില്ലിംഗ് ആയിട്ടുള്ള പിള്ളേരുണ്ട്, ഒത്തിരി പേരുണ്ട്. അപ്പം നമുക്ക് നമ്മൾ ആഗ്രഹിച്ചാൽ വോളണ്ടിയേഴ്സ് ആയിട്ട് വരാൻ ഒരുപാട് പേരുണ്ട് നമുക്ക്. പിന്നെ നമുക്ക് ഒത്തിരി പേരെ അങ്ങനെ കയറ്റാൻ പറ്റത്തില്ലാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അനുവാദം വാങ്ങിച്ച് നമുക്ക് അവരെ കുറിച്ച് പഠിച്ച് അങ്ങനെയൊക്കെ, അതുകൊണ്ടൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പേര് സർവീസ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഇത്രയും സമയം കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റീവ് കോൺവെർസേഷൻ ആയിരുന്നു. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ, കാരണം ഒരുപാട് സർവീസസ് ഇവിടെ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇത് ആളുകളിലേക്ക് എത്തിയിട്ടില്ല എന്ന് വെച്ചാൽ അറിയാൻ ബൈ ദ വേർഡ് ഓഫ് മൗത്ത് മാത്രമാണ് നമ്മളിത് അറിയുന്നത്. അപ്പം ഇങ്ങനെ വലിയൊരു സ്ഥാപനമാണ് ഇവിടെ നടക്കുന്നത്. സിസ്റ്റേഴ്സ് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സിസ്റ്റർ പ്രണിത മുന്നിൽ നിന്നും ഒരുപാട് കൂടുതൽ ആളുകൾ, ഒത്തിരി പേര് തന്നെ സിസ്റ്ററിനോടൊപ്പം സഹകരിച്ചു ഈ ഒരു സ്ഥാപനത്തിലുണ്ട്. അപ്പോൾ ഈ സ്ഥാപനത്തിലും ഇവിടെ മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കും എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് താങ്ക് യു സോ മച്ച് സിസ്റ്റർ. റോസിൻ്റെ ഈ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടല്ലോ, അതിന് എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു. എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. കൂടാതെ റോസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എന്നും വിജയകരമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. താങ്ക് യു.